ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് അധികം വൈകാതെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്കൊരു 1/2 കപ്പ് മൈദ ഇടാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൊക്കോപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് കളർ കൊക്കോപ്പൊടിയാണ്. നിങ്ങൾക്ക് ഡാർക്ക് കളറും ഇടാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ഡാർക്ക് കളറിൽ ഇരിക്കും. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നന്നായി ഇടഞ്ഞ് മാറ്റി വെക്കണം. 3 പ്രാവശ്യം ഇത് നന്നായിട്ട് ഇടഞ്ഞ് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം നമ്മൾ നന്നായിട്ട് ഇത് ഇടഞ്ഞ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് നമ്മുടെ ബേക്കിംഗ് ഓവന് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ മുട്ടയും വാനില എസൻസോട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് യോജിപ്പിക്കണം. ഇതുപോലെ ഈ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് പതപ്പിച്ച് നമ്മുടെ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യണം. ഒരു 2-3 ട്രിപ്പായിട്ട് തന്നെ ആഡ് ചെയ്തിട്ട് വേണം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം. വളരെ കുറച്ച് ഓയിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത് എൻ്റെ കേക്ക്സിനൊക്കെ. 2 ടേബിൾ സ്പൂൺ മാത്രമേ ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു ബീറ്റിങ്ങേ ഇവിടെ പാടുള്ളൂ. ഇനി നമുക്ക് വേറൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂട് പാലായാലും ഇതിനകത്ത് ആഡ് ചെയ്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൊടി, ഞാൻ ബ്രൂവിൻ്റെയാണ് യൂസ് ചെയ്യാറുള്ളത്. അതാണ് എനിക്ക് ഇച്ചിരി കൂടെ ഫ്ലേവറായിട്ട് തോന്നിയിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസോടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് ഹോട്ട് മിൽക്കും കോഫിയും കൂടെ ഉള്ള മിക്സ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. പിന്നെ അങ്ങനെ 3 ട്രിപ്പായിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. പൊടിയിടുക, പിന്നെ ഹോട്ട് കോഫി അത് വീണ്ടും ഒഴിക്കുക, മിക്സ് ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ഹാൻഡ് മിക്സർ കൊണ്ട് അടിച്ച് പതപ്പിക്കരുത്. ഇങ്ങനെ സ്ലോലി ആ ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ടിൻ എടുക്കാം. ഇതൊരു 6 ഇഞ്ചിൻ്റെ ടിന്നാണ്. നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ സൈഡിലൂടെ എനിക്ക് കുറച്ച് ബട്ടർ പേപ്പർ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ അതിനും കൂടെ ജസ്റ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ സൈഡ് 2 ഒന്നിച്ച് പിടിച്ച് ഒന്ന് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സിസേഴ്സ് കൊണ്ടൊന്ന് കട്ട് ചെയ്യുക. ഞാൻ സിസേഴ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ അങ്ങ് ഒന്ന് കട്ട് ചെയ്തൊന്ന് കൊടുക്കത്തുള്ളൂ. വലിയ ഷേപ്പ് ഒന്നും നോക്കണ്ട. ഇനി നമ്മുടെ ടിന്നിനകത്ത് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ സൈഡിൽ ഒക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മിഡിലെ ആ റൗണ്ട് ഷേപ്പിലെ പേപ്പർ കൂടെ അവിടേക്ക് വെച്ചിട്ട് ആ ബ്രഷ് കൊണ്ട് വീണ്ടും നമുക്ക് അതിൻ്റെ പുറമേ ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ നമുക്ക് ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ കൺസിസ്റ്റൻസി. ഒത്തിരി ലൂസ് ആവരുത്, ഒത്തിരി ടൈറ്റും ആയി പോകരുത്. ഇത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടാൻ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ എയർ ബബിൾസ് ഒക്കെ പുറത്തേക്ക് പോയിട്ട് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ആയിരിക്കും നമ്മുടെ ഓവനിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഒരു 30 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ആവാൻ എടുത്തത്. അതിനുശേഷം ഞാനൊരു ടൂത്ത് പിക്ക് എടുത്ത് മിഡിലൊന്ന് കുത്തി നോക്കിയപ്പോൾ ഇത് വെന്തു. അങ്ങനെ ഇത് നമ്മൾ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ടിന്നിൽ നിന്നെല്ലാം ഇത് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ടെക്സ്ചർ. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്. നമുക്കതൊന്ന് എടുത്ത് നോക്കാം.
ഇതേ കണ്ടോ നമ്മുടെ ചോക്ലേറ്റ് കേക്ക്. ഇതിപ്പോൾ ഞാൻ ലൈറ്റ് കളർ കൊക്കോ പൊടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇച്ചിരി ലൈറ്റായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇത് നോക്കിയാൽ നമ്മുടെ കേക്ക് നല്ല ടെക്സ്ചറിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അതുപോലെ ഞാൻ സെല്ല് ചെയ്യുന്ന എല്ലാ ചോക്ലേറ്റ് കേക്ക്സിൻ്റെയും ബേസ് കേക്കായിട്ട് ഞാൻ ചെയ്യുന്ന ഈ റെസിപ്പി തന്നെയാണ്. വളരെ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.